So welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചെടികൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോവാണ്. എൻ്റെ ബാൽക്കണിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കണം, അതൊന്ന് അറേഞ്ച് ചെയ്യണം. അത് ഞാൻ കുറേ നാളായിട്ടുള്ള എൻ്റെ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ വെളിയിൽ മഴയൊന്നുമില്ല, എന്നാകെ നല്ല തെളിച്ചമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ഒക്കെ പോയി കുറച്ച് നല്ല പ്ലാന്റ്സ് ഒക്കെ ചൂസ് ചെയ്ത് കൊണ്ടുവരാം, ഇവിടെ ഓർഗനൈസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം ഞാൻ പോകാനിറങ്ങിയ വഴിയിൽ ഇതൊരു കനാൽ പോലത്തെ എന്തോ ആണ്. അപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് മൊത്തം വെള്ളം കയറിയിരിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാർ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. മീൻ കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ കിട്ടുമോ എന്ന് നോക്കി കുറച്ച് നേരം അവിടെ വായി നോക്കി നിന്നു. അപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ പോയേക്കാം. അപ്പം ഞാൻ അതുവഴി അങ്ങ് പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചെടിക്കട. ഇത് നമ്മുടെ കാക്കനാട് തന്നെ വരുന്ന ഒരു പ്ലാന്റിൻ്റെ ഷോപ്പാണ്. ഇവിടെ അത്യാവശ്യം നല്ല എല്ലാം തന്നെ ഉണ്ട്. സിറ്റി ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ ഷോപ്പാണിത്. അപ്പം നല്ല ക്യൂട്ടായിട്ടല്ലേ, എനിക്ക് കയറി ചെന്നപാടെ ഭയങ്കര ഒരു ഇമ്പ്രഷനായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ തുടങ്ങിയ സംസാരമാണ്, ഇത് തീർന്നേ ഇല്ല. കാരണം എനിക്ക് ഭയങ്കര ഡൗട്ട്, എന്ത് വാങ്ങിക്കണം, ഏത് വാങ്ങിക്കണം, അത് എങ്ങനെ വെക്കണം. അപ്പം എൻ്റെ കൺഫ്യൂഷൻ കാരണം പുള്ളിക്കാരത്തി വരെ ആ കൺഫ്യൂഷനായിപ്പോയി. അപ്പോൾ കുറേ ഓപ്ഷൻസൊക്കെ ഞാൻ നോക്കി. അപ്പോൾ പുള്ളിക്കാരത്തി നല്ല കസ്റ്റമർ സർവീസായിരുന്നു കേട്ടോ അവരുടെ. അവർ നല്ല രീതിയിലെല്ലാം കൂടത്ത് നിന്ന് പറഞ്ഞൊക്കെ തന്നു. പിന്നെ എനിക്ക് ഔട്ട്ഡോർ മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സും കൂടെ വേണമായിരുന്നു. കാരണം ബെഡ്റൂമിൽ നല്ല രീതിക്ക് വെച്ച് നല്ല ഭംഗിയാക്കി എടുക്കണം എന്നുള്ള പ്ലാനിൽ കൂടെയാണ് പോയത്. അങ്ങനെ സംസാരിച്ചൊരു വഴിയായപ്പോൾ ദേ ഒരു പൂമ്പാറ്റ ഇരിക്കണം. എന്നാൽ പിന്നെ അതിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചാൽ അത് എന്നെ കണ്ടപ്പോൾ അത് ജീവനും കൊണ്ടുപോയി. പിന്നെ കുറച്ച് ചെടികളൊക്കെ ചൂസ് ചെയ്ത് ബില്ല് ചെയ്ത് ഇപ്പോൾ എല്ലാമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ ട്രോളി എടുത്തുകൊണ്ട് വന്നിട്ട് ഉന്തിക്കൊണ്ട് പോകുന്ന സീനാണ് ഗൈസ്. അപ്പോൾ ഇത്രയല്ല, കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ ആദ്യം ഒരു റൗണ്ട് കൊണ്ട് വെച്ചായിരുന്നു. അപ്പോൾ ഇനി അതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പ്ലാന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എലഗൻസ് ഉണ്ട്. പിന്നെ കുട്ടി ഇതിങ്ങനെ ചെറിയ എനിക്കൊരു സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ അതെ, ഇവന്മാർ രണ്ടുപേരും ഈ സ്റ്റാൻഡിൽ ഇരിക്കുന്നില്ല. ആക്ച്വലി ഇവിടെ ഏറ്റവും ടോപ്പിൽ വലിയ ഒരെണ്ണം വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസ് അറിയാൻ മേലാതെ എനിക്ക് ഞാൻ പെട്ടെന്ന് പോയപ്പോൾ മറന്നുപോയി ഇതിൻ്റെ സൈസ് എത്ര ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ വൈറ്റ് വൺ ഇതിൻ്റെ മേളിൽ വെക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അത് തീരെ ചെറുതായിപ്പോയി. അപ്പോൾ അത് ഇരിക്കുന്നില്ല. കുറച്ചും കൂടെ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും വാങ്ങിയിട്ട് വെക്കണം. അപ്പോൾ മൊത്തത്തിലൊരു ആ ഒരു കോർണറിൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു കുട്ടി പ്ലാന്റ് ഇവിടെ ക്യൂട്ടല്ലേ, ഇത് കാണാമോ? ഇത് ബാമ്പൂ ആണ്. അപ്പം ഇത് എപ്പോഴും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കണം. അതിനകത്ത് വെള്ളം എപ്പോഴും ഫില്ലായിരിക്കണം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിനൊന്നും അത്രയും ലൈറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഇതിനൊക്കെ വെട്ടം വേണം. അതിനാണേലും കുറച്ച് വെളിച്ചം കയറണം നമ്മൾ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഈ ബാൽക്കണി ഡോർ തുറന്നിരിക്കണം. ഇനി ഞാൻ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒത്തിരി ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പം വെച്ചത് കാണിച്ചു തരാം. ഇതെല്ലാം ഇനി അറേഞ്ച് ചെയ്യാൻ കിടക്കുവാണ്. ഞാൻ ഇവിടെയും കൂടെ കുറച്ച് ഒരു സെറ്റപ്പ് ആക്കണം. എനിക്ക് കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ ആമസോണിൽ നോക്കിയിരുന്നു. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ നോക്കണം. അപ്പോൾ ഇതാണ് ഞാൻ മിനിമലായിട്ട് ജസ്റ്റ് ഈ പിങ്ക് റോസയും പിന്നെ ഇതും പിന്നെ അതും ഇതൊക്കെ നല്ല ഹൈറ്റിൽ വളരും പിന്നീട്. ഇതെൻ്റെ വീട്ടിലുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവനും കുറച്ചും കൂടെയൊക്കെ വളരും. വളർന്നിട്ട് സീസണലാണ് ഫ്ലവർ, പക്ഷെ
പൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ നാളത്തേന് ആ പൂ ഒരു മന്തൊക്കെ അത് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ നല്ല ക്യൂട്ടല്ലേ, നല്ല കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ ബെഡ്റൂമിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ സാധനം തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ, അതൊക്കെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഇറക്കിയതാണ്. അപ്പോൾ അവിടെയും കൂടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ചെറുതൊക്കെ വാങ്ങിച്ചു വെക്കണം. പിന്നെ അതല്ലാതെ കുറച്ചും കൂടെയൊക്കെ എനിക്ക് വേറെ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ തൽക്കാലത്തേക്കൊക്കെ വെച്ചതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.